Everyone is waiting for the movie and the stars. It's all empty. ഞങ്ങൾ ഇത്രയും സ്ഥലവും ഇവിടുന്ന് സെൽഫി എടുക്കുക നിങ്ങൾ ഇവിടുന്ന് എത്ര പേര് സെൽഫി ഈ സിനിമ വളരെ ചെറിയൊരു സിനിമയായിട്ട് ഇതിന്റെ അണിയറ പ്രവർത്തകരെ സ്റ്റാർട്ട് ചെയ്യുകയും ഇന്ന് ലോകത്ത് മലയാളികളോടെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വലിയ സിനിമയായി സിനിമ കൊച്ചി സിനിമ മാറിയിട്ടുണ്ട്. ഈ സിനിമ ഇങ്ങനെ ആകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വളരെ വലിയൊരു മുതൽമുടക്കിൽ ഒരു സിനിമ വരുമ്പോൾ അതിന് ഏറ്റവും ശക്തമായ പിന്തുണ കൊടുക്കേണ്ട ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കനായ മമ്മൂക്കയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാന്റെ വേഫെയർ പ്രൊഡക്ഷൻസ് ആണ് ഇതിന്റെ ആദ്യത്തെ ഹീറോ എന്ന് പറയുന്നത് വേഫെയർ ഫിലിംസും ദുൽഖർ സൽമാനുമാണ്. അപ്പൊ നമുക്ക് അധികം സമയം നമ്മൾ ആകാംക്ഷ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകരെ വിളിക്കാം. ആദ്യമായിട്ട് ഇതിന്റെ ഡയറക്ടർ ഡൊമിനിക് അരുൺ, അദ്ദേഹം വളരെ ഒരു രണ്ടാമത്തെ സിനിമയാണ്. എല്ലാ മലയാളികൾക്കും സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പറയാം, ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായി. എല്ലാവരും എത്തി, ചന്തു, കല്യാണി, ചേർന്നിട്ടുള്ളവരാണ്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഓരോ ദിവസത്തിലും മലയാളത്തിന്റെ എല്ലാ റെക്കോർഡുകളും തിരുത്തിക്കൊണ്ട് വലിയ വിജയമാവുകയാണ്. നമുക്ക് ഈ സിനിമയുടെ പ്രവർത്തകരെയും ഇതിന്റെ താരങ്ങളെയും ഏറ്റവും അടുത്ത് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇവരോട് നമുക്ക് സംസാരിക്കാം. ഇവർക്ക് ഈ സിനിമയെ കുറിച്ച് ഇതിന്റെ ക്യാപ്റ്റൻ, ഡയറക്ടർ രണ്ടുപേരും സംസാരിക്കും. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഈ സിനിമ കാണാം. First of all, thank you all for coming. ബലൂണ് താക്കോ കേൾക്കുന്നില്ല. ആ മൈക്ക് മാറ്റിച്ചേ. ഞങ്ങൾ ഈ സിനിമ ചെയ്ത് കഴിഞ്ഞ റിലീസ് ആവുമ്പോ ഇത്ര വലിയൊരു റിസപ്ഷൻ ഉണ്ടാവും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഇപ്പൊ കേരളത്തിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് അപ്പൊ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിയൻസിനോട് ഒരു ഭയങ്കര വലിയ താങ്ക്സ് ആണ് പറയാനുള്ളത്. സിനിമയായിട്ട് വരുമ്പോ അത് ആക്സെപ്റ്റ് ചെയ്യുമോ, ഇതിനകത്ത് എക്സ്പെരിമെന്റൽ എലമെന്റ് ഉണ്ട്, അത് എങ്ങനെയാവും എന്നൊക്കെ ഭയങ്കര ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പക്ഷെ പടം ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങളൊക്കെ റെസ്പോൺസ് കിട്ടുമ്പോൾ ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പിയാണ്. സോ ഐ എം റിയലി ഹംബിൾ. ആസ് എ ടീം വി ആർ ഹംബിൾ. വി ആർ എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് വി ആർ പ്രൗഡ് ടു ഹാവ് പ്രസന്റ് ദ ഫിലിം ടു യു. നിങ്ങൾ കണ്ടു നോക്കുക. സിനിമ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരോടും പറയാ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് പറയാ. എൻഡ് ക്രെഡിറ്റ്സ് വരെ ഇരുന്ന് കാണാൻ ശ്രമിക്കുക. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കുറെ എലമെന്റ്സ് ഇതിന്റെ റോളിംഗ് ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ടും ഒരു സീനുണ്ട്. അപ്പൊ എല്ലാം കണ്ടിട്ട് പോവാ. കാരണം ഇതിന്റെ അവസാനം അതിന്റെ സസ്പെൻസ് അല്ല ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അവസാനം വരെ എല്ലാവരും കാണണം. അടുത്ത നമ്മുടെ ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാവരോടും വലിയൊരു താങ്ക്സ്. നല്ല കൂട്ടുകാരായിട്ട് ഭയങ്കര ഭീകര റെസ്പോൺസ് ആണ്. ഓൾ ഓവർ വേൾഡ്, ഇന്ത്യ അല്ല വേൾഡ്, സോറി ഇന്ത്യക്കാരാണ്. അതെ, എന്താ ടെൻഷനൊന്നും ഇല്ല. ഹാപ്പിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയില്ല, എല്ലാവരെയും കാണാൻ പറ്റിയില്ല, സിനിമ ഇത്രയും ആൾക്കാരിൽ എത്തിയതില്ല, അതെല്ലാം എല്ലാവരും തന്നെ ഒരാൾ പോലും മോശം പറഞ്ഞതുവരെ കേട്ടില്ല. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര താങ്ക്ഫുൾ ആണ്. വലിയൊരു പാട്ടിന്റെ ഭാഗമാകാൻ സാധിച്ചില്ല. നിങ്ങളോടാണ് വലിയൊരു താങ്ക്സ് പറയാനുള്ളത്. പ്രേക്ഷകരോട് ഈ സപ്പോർട്ട് ചെയ്യുക.
നല്ല സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള സ്ഥലമാണ് ദുബായ്. എല്ലാ സിനിമകളും ഏറ്റവും കൂടുതൽ സ്വീറ്റ് എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഡോം പറഞ്ഞ പോലെ ദിസ് ഹാസ് ബീൻ an overwhelming weekend for us. And എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. So I hope for the next 3 hours you guys are fully immersed in our Loka. And one more thing, ഈ സിനിമ ഇനിയും വലുതാക്കാൻ ശ്രമിക്കുന്ന പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട്. And I hope that you guys will also give it for this. Thank you. ചന്ദു അറിയാത്ത ആരുമില്ലല്ലോ അല്ലേ? എല്ലാവരും ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ കണ്ട ഇഷ്ടപ്പെട്ട കാര്യം നാട്ടിലുള്ള എല്ലാവരോടും വീടിന്റെ അടുത്തുള്ള ആൾക്കാരോടും കാര്യമൊക്കെ വിളിച്ചിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ആവറേജ് അനുഭവമൊക്കെ തോന്നിയെങ്കിലും അതങ്ങനെ തള്ളിയത് പറഞ്ഞു. ആരും പറയണ്ട, എല്ലാം കൈവിട്ടു പോയി, ഇനി പറയേണ്ട കാര്യമില്ല. അതെ, അതിങ്ങനെ നമ്മളധികം ഞങ്ങൾക്ക് കുറച്ച് അഹങ്കാരം വരും. അതുകൊണ്ടാണ് നമ്മളാവാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യല്ലോ. രണ്ടാമത്തെ വേണ്ടിട്ട് പറഞ്ഞാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഹലോ, ഹായ്. വളരെയധികം സന്തോഷം. നാട്ടിലെ ഷോ കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഫ്ലൈറ്റ് ദുബായിക്ക് നമ്മുടെ നാട്ടിൽ റിസപ്ഷൻ നിങ്ങളെ കാണാൻ പ്രയോറിറ്റി. അപ്പം നിങ്ങളിവിടെ നമ്മളെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങളെ പടം കാണുക, അങ്ങനെ വന്നിരിക്കുന്ന അറിയാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പ്രത്യേകിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും? ഭക്ഷണം കഴിച്ചാണ് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് താങ്ക് യു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സിനിമ കാണാം. നമുക്ക് കാണാൻ പറ്റി. താങ്ക് യു. പോവരുത്. വന്നാ ഒരു സെൽഫി എടുക്കാം. വന്നാ ഒരു സെൽഫി എടുക്കാം. ഇങ്ങോട്ട് വന്നാലേ ഒരു സെൽഫി എടുക്കായിരുന്നു. നമ്മളങ്ങോട്ട് പറ്റില്ല. വായോ ചന്തു, വാ ചന്തു, വാ ചന്തു, ഓടി വാ. പണിയാവും. പോയി നോക്കാം. വാ, നടക്കുന്ന കണക്കട്ടെ. ഇവിടെ ഇവിടെ